നമ്മുടെ വല്യാപ്പാരും നമ്മുടെ മുൻഗാമികളും ഞാൻ ഖുതുബയിൽ പറയാറുണ്ട്. എനിക്കോർമ്മയുണ്ട് എന്റെ വല്യമ്മ ഞാൻ കണ്ടതുകൊണ്ട് പറയണം. എന്റെ വല്യമ്മ ഇങ്ങനെ വീട്ടിങ്ങനെ കയറി വരുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വീട്ടിൽ കരണ്ടില്ലാത്ത വീട്ടിൽ മുഴുവൻ പണിയെടുത്ത് വിറക് കൊത്തി വെള്ളം കോരി വീട്ടിലത്തെ മുഴുവൻ പണിയെടുത്ത് പേരക്കുട്ടിക്കും ഫുഡ് കൊടുത്ത് പാത്രം കഴുകി അലക്കി അവസാനം ആണുങ്ങളെപ്പോലെ കയ്യിന്റെ ഉള്ളനടിഭാഗം തഴമ്പ് വന്ന് വിയർത്ത് നരമ്പ് പൊന്തി സുബഹിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് അവസാനം എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് രാത്രി 11 മണിക്ക് റൂമിക്ക് ഇങ്ങനെ കിടന്നു വരുമ്പം നമ്മളമ്മാക്കുണ്ടല്ലേ, നമ്മളമ്മാനാലേക്ക അമ്മക്ക് നല്ല ഇടങ്ങേറും കിതപ്പുണ്ടാവും. പക്ഷെ അമ്മ എങ്ങനെ ജീവിച്ചറിയോ? ബാപ്പ ഇങ്ങനെ കാത്തുക്കുണ്ടാവും. അമ്മ ഇങ്ങനെ കേറി വരുമ്പോഴേ ഉമ്മാനെങ്ങനെ സ്വീകരിച്ച് വാതില് കുറ്റിയിട്ടിട്ട് നമ്മളെ വാപ്പ ഇങ്ങനെ ചേർത്തിടിച്ചിട്ട് പറയും, ജമീല ഇത് നല്ല ഇടങ്ങേറാകുണ്ടല്ലേ, എനിക്ക് ഈ പെരയിൽ ഒരുപാട് പണിയുണ്ടല്ലേ, സാരില്ലട്ടോ നമുക്കൊരു നല്ലപ്പം കാലം വരൂട്ടോ, അതൊക്കെ ഹൈറാക്കൂട്ടോ. അവരൊറ്റ വാചകത്തുമ്മ നമ്മളമ്മമാർ ജീവിച്ചിന്. അവരൊറ്റ വാക്കുമ്മേ കറണ്ടില്ലാതെ അമ്മ ജീവിക്കും, വാഷിംഗ് മെഷീൻ ഇല്ലാതെ ജീവിക്കും. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു വാചകല്ല. PTA മീറ്റിങ്ങിന് പോകും, തിരിച്ചു വരുമ്പോഴേ A+ ഉണ്ടാവുമ്പോൾ മാത്രം അവാർഡ് വാങ്ങാൻ പോകണമല്ലേ നമ്മള്. ചീത്തുള്ള മൊക്കെ ഓലെ പറഞ്ഞേക്കലാണ്. ഒരു വട്ടെങ്കിലും നമ്മളെ പറയണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂടെ കിഡ്നി വരെ തരാൻ ഓലെ ഉണ്ടാവുള്ളൂ, ആരും ഉണ്ടാവില്ല. കിഡ്നി വരെ തരാൻ ഓലെ ഉണ്ടാകുള്ളൂ, പൈസ അല്ലാതെ തരാൻ. ബിസിനസ്ക്ക് പൊട്ടി 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 എന്ന് പറഞ്ഞാലും ഇക്കാക്ക രാശത്തെ വളയാണ് ഊരി കൊണ്ടേക്കോളെന്ന് പറഞ്ഞ അവസാനം ഓലെ ഉണ്ടാവുള്ളൂ. അതിനൊരു വില നമ്മൾ കൊടുക്കണ്ടേ? അതിനൊരു പ്രാർത്ഥന നമ്മളിൽ വരണ്ടേ? അതിനൊരു ചുംബനം കൊടുക്കണ്ടേ? അതിന് നമ്മൾ അവരോട് 2 മിനിറ്റ് ഇഷ്ടത്തിൽ വർത്താനം പറയണ്ടേ? അത് നമ്മളെ വീട്ടിൽ തുടങ്ങുക. അല്ലാഹ്